ഹലോ ഗൈസ്, നമ്മൾ ഇന്നിവിടെ പൗർണമി കലാസമിതിയിൽ എല്ലാവരും കൂടി ഒത്തുകൂടിയിരിക്കുകയാണ്. നമ്മൾ വളരെയധികം ഭയങ്കര എൻജോയ്മെന്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ വരികയാണ്. നമുക്ക് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു പോഡ്കാസ്റ്റ് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുന്ന രീതിക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മൾ വളരെ ചില്ലായിട്ട് നമ്മൾ കൂളായിട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഹാപ്പിനെസ് ആയിട്ടിരിക്കുന്ന നമ്മുടെ സിറ്റുവേഷൻ എങ്ങനെയാണ് നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഗൈസ്, ഞങ്ങൾക്ക് കൂടെ ഒരു ക്ലബ്ബ് ഉണ്ട്. ക്ലബിന്റെ പേര് പൗർണമി എന്നാണ്. ക്ലബ്ബ് കുറെ കാലമായിട്ടുള്ളതാണ്, പക്ഷേ ഈ യൂത്ത് ആക്റ്റീവ് ആയത് ഇപ്പോഴാണ്. അപ്പൊ അതിന്റെ കഥ എന്താന്ന് നമുക്കറിയണം. അപ്പൊ എങ്ങനെയാണ് നമ്മളെല്ലാവരും ഒത്തുചേർന്നത്, എല്ലാരും കൂട്ടി ഇവിടെ എത്താനുണ്ടായ സംഭവം എന്താണെന്നാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇവിടെ യൂണിറ്റിയിൽ ചേർത്ത് നിർത്തി ഞങ്ങൾ വിനയേട്ടൻ ഇവിടെ വന്നു. വിനയേട്ടനോട് നമുക്ക് ചോദിക്കാം, വിനയേട്ടൻ എങ്ങനെയാണ് നമ്മുടെ ക്ലബിലേക്ക് എത്തിയത്? വളരെ വാക്കുകളൊക്കെ തെറ്റാറുണ്ട്. എടാ ഫൈനൊന്നും ഞാനിടയ്ക്ക് പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ ഒരാള് മോഡല് കാണിക്കണെങ്കിൽ നന്നായിരുന്നു. ആദ്യം എന്റെ രീതിയിലായിട്ട് പറഞ്ഞോ, എന്റെ രീതിയിലായിട്ട് പറയും. എന്നാ കോൺഫിഡൻസ് ഒന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ സെക്കൻഡ് സീനിയർ മോസ്റ്റ് മെമ്പറായ ചേച്ചിലേക്ക് പോവുകയാണ്. ചേച്ചി എങ്ങനെയാണ് ക്ലബിലേക്ക് എത്തിയത്? ക്ലബിൽ എത്തിയതിനു ശേഷം എന്താണ്, വാട്ട് ഡു യു ഫീൽ? വളരെ സീരിയസ് ആയ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുകൊണ്ട് സീരിയസ് അല്ലാണ്ട് ആൻസർ പറയും. ഓക്കെ, എങ്ങനെയാണ് ക്ലബിലേക്ക് എത്തിയത്? അറിയില്ല. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ മടിയുള്ള ഒരാളാണ്. എന്തെങ്കിലും പരിപാടിക്ക്, ഇപ്പൊ ക്ലബിന്റെ പരിപാടിക്ക് മുമ്പ് നടന്നിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ വരാൻ മടിയുള്ള ഒരാളായിരുന്നു. പക്ഷെ എന്നെയും എന്റെ അനിയത്തിമാരും കുറച്ചും കൂടി ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് കുറെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ വിനയപ്രോ തന്നെയാണ്. എന്നാലും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ കുറെ അനിയന്മാരെയും അനിയത്തിമാരെയും ഒരേട്ടനെയൊക്കെ കിട്ടി. വളരെ എന്താ പറയാ, ഒരു വലിയൊരു ഫാമിലിക്ക് വന്ന ഒരു ഫീൽ തന്നെയാണ്. താങ്ക് യു ഗൈസ്. യെസ്, ഇനി നമ്മുടെ അച്ചേച്ചിലേക്ക് പോകണം. കാരണം അച്ചേച്ചിയിൽ എനിക്ക് പേഴ്സണൽ ഫീൽ നമ്മുടെ ക്ലബ്ബുകാരൻ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. പുതിയൊരു വ്യക്തിയായ ആളാണ് ഗൈസ് അച്ചേച്ചി. വാട്ട് ഡു യു ഫീൽ? അച്ചേച്ചി സ്വന്തമായി ഒരു ഡാൻസ് കൊറിയോഗ്രാഫ് ചെയ്തു. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാര്യം ഇപ്പൊ ഗായത്രി പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. ഇപ്പോഴും പല സാഹചര്യത്തിൽ ഞാൻ അങ്ങനെയാണ്. പക്ഷെ എന്നാലും കുറെ ഞാൻ മാറി. ഇപ്പൊ എന്താ പറയാ, ഒരു സ്ഥലത്ത് നിന്ന് എനിക്ക് എന്തെങ്കിലും പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന സൗണ്ട് അപ്പൊ ഇടറും. അങ്ങനെയുള്ള ഒരു ആളായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പൊ ഇത്രയും ഒച്ചത്തിലേക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ക്ലബ്ബുകാരനാണെന്ന് ഞാൻ പറയും. അത്രേ ഉള്ളൂ. താങ്ക് യു. അടുത്ത നമ്മള് പോകുന്നത് ഓർഡർ വൈസ് പോവുകയല്ല ഗൈസ്. പക്ഷെ എനിക്ക് മുഖം കാണുമ്പോൾ എന്റെ ആർദ്രശിക്ക് പോകാനാണ് തോന്നുന്നത്. ആർദ്രത്തിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഡാൻസിലേക്ക് എത്താൻ കുറച്ച് ദൂരം ഉണ്ടായിരുന്ന ആളുകളെ പോലും ഡാൻസിനോട് അത്രയും അടുപ്പിച്ച നമ്മുടെ വ്യക്തിയാണ് ഗൈസ്. എന്നെ പോലും ഡാൻസിൽ അടുപ്പിച്ച ആളാണ് ആർദ്രച്ചി. ക്ഷമയുടെയും അധ്യാപനത്തിന്റെയും ഒരു എന്താ പറയുക ഗുണമാണ്. അപ്പൊ ലെറ്റ്സ് ഗോ ടു ആർദ്രച്ചി. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാല് തുടക്കത്തില് എല്ലാം എപ്പോഴും പറയുന്ന ഡയലോഗ്, തുടക്കത്തിൽ ഞാൻ അധികം വന്നിരുന്നില്ല, എപ്പൊ വന്നു തുടങ്ങി എന്നുള്ളത്. അത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാൻ. എന്താന്ന് വെച്ചാല് ഞാൻ തുടക്കത്തിൽ ക്ലബ്ബ് അങ്ങനെ ചെല്ലുന്നൊക്കെ പറയുമ്പോൾ ഞാൻ തീരെ പോയറുന്നില്ല. ഇത് എത്ര വിളിച്ചാലും അച്ഛനൊക്കെ കുറെ പറയുമ്പോ വായോ വായോ, പക്ഷെ ഞാൻ പോയറതേ ഇല്ല. പക്ഷെ അങ്ങനെയുള്ള ഒരാൾ ഇപ്പൊ എന്ത് പരിപാടി വെച്ചാലും ഞാൻ ഇങ്ങനെ വരുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും ഇതാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിപ്പോ വന്നോണ്ടേ ഇരിക്കുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം അത് തന്നെയാണ്. എന്നെ വിളിച്ചോണ്ട് വന്നതും എന്താ പറയാ, ഇങ്ങനെ ക്ലബ് എന്നുള്ള സംഭവത്തിലേക്ക് കൊണ്ടുവന്ന എന്നെ ആൾ തന്നെയാണ്, എല്ലാവരും കൊണ്ടുവന്ന പോലെ തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു നല്ലൊരു മാറ്റം തന്നെ, നല്ലൊരു നാടെന്ന് പറയുമ്പോ എനിക്ക് ഇവരെ അതെ ഗൈസ്, ഇത് നമ്മുടെ ഏറ്റവും ആക്റ്റീവായിട്ട് നമ്മൾ എന്ത് വിളിച്ചാലും ഒരു മടി പറയില്ല. മരത്തിമ കയറണോ ചെയ്യാം, ചെണ്ടുമല്ലി കൃഷി ചെയ്യണോ, എവിടെ തട എടുക്കാം, അങ്ങനെയല്ല നമ്മുടെ മോസ്റ്റ് എനർജറ്റിക്, നമ്മുടെ എല്ലാമായ നമ്മുടെ എന്താ പറയാ മൈറ്റോകോൺട്രിയ ഓഫീസർ പറയൂ. എന്നെ സംബന്ധിച്ച് നമ്മളെ ചേച്ചിമാരും ചേട്ടന്മാരും കാര്യം ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എല്ലാത്തിനും റെഡിയാണ്. ഒരു തരത്തിൽ നോ പറയാൻ അറിയില്ല. അതുകൊണ്ട് എനിക്ക് ക്ലബിലാന്നുകൊണ്ട് കുറെ ഏട്ടന്മാരും ചേച്ചിമാരും കിട്ടി. പിന്നെ ഇവര് ഏട്ടന്മാരും ചേച്ചിമാരെന്നതിലും ഉപരി എന്റെ ഒരു സുഹൃത്തുക്കളാണ്. എന്റെ എല്ലാ
തൊട്ടപ്പുറത്തന്നെ സുഖമായിട്ട് എത്താം. ഉറക്കത്തിന്റെ ഒക്കെ നീപ്പിച്ച് കൊണ്ടുപോകും. ചെലവില്ല. ഇനി നമ്മൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒരു ടൈം കൊടുത്ത ആളുണ്ടായിരുന്നു നമ്മുടെ വിനയേട്ടൻ. നമ്മളെല്ലാരും കേൾക്കാൻ കാത്തിരിക്കുന്ന വിനയേട്ടൻ. സോ വിനയേട്ടൻ എന്താണ് ഈ നിമിഷത്തിൽ പറയുന്നത്? അവന്റെ ശബ്ദത്തിന് ആരാണവൻ? ഈ നാടിന് ആരാണവൻ? ഇനിയിപ്പൊ ഇന്നെ കുറിച്ചിട്ട് അധികം പറയേണ്ട ആവശ്യമില്ല. ഇതിനെ കുറിച്ച് പറയേണ്ടതെന്ന് പറഞ്ഞു അത്രയൊക്കെ തന്നെ ഞാനും പ്രതീക്ഷിച്ചുള്ളൂ. അതുപോലെ പിന്നെ ഞാൻ വരുമ്പോ ക്ലബ് അത്ര ആക്റ്റീവ് ഒന്നുമില്ലായിരുന്നു. അധികം മെമ്പേഴ്സ് ഒന്നും കാണാനായിട്ട് അവിടെ കഴിഞ്ഞില്ല. ആകെ ഉണ്ടായിരുന്നത് ഋതു, അബി, പിന്നെ വാവ, പിന്നെ ഗായത്രി, അങ്ങനെ ഗേ ഉണ്ടായിരുന്നു. ഗേ അന്ന് ഭയങ്കര ഒരു ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പർ ആയിരുന്നു. പിന്നീട് നമുക്ക് എന്തൊക്കെ കാരണത്താൽ നഷ്ടപ്പെട്ടു പോയി. പിന്നെ തിരിച്ചു വന്നിട്ടുണ്ട് സ്ട്രോങ് ആയിട്ട് തന്നെ. പിന്നെ അതുപോലെ പുതിയ കുറെ മെമ്പേഴ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റി. പിന്നെന്താ പറയാ, പിന്നെ എല്ലാവരും നല്ല രീതിക്ക് തന്നെ ആക്റ്റീവായിട്ടും ഉഷാറായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് എല്ലാ കാര്യത്തിൽ. അത് തന്നെയാണ് ഇനി തുടർച്ചയായിട്ടും വേണ്ടത്. താങ്ക് യു വിനയേട്ടൻ. ഇനി അടുത്തതായി ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയ ഗേയിലേക്ക് നമുക്ക് കടക്കാം. കംബാക്കിനെ പറ്റി എന്താണ് താങ്കൾ പറയുന്നത്? കംബാക്കിനെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ്. അതെ അതെ, ഞാനിങ്ങനെ പുറത്തേക്ക് പോകുന്നത് വലിയ ഇഷ്ടമല്ല. എനിക്ക് എത്ര സമയം ഉറങ്ങാൻ കിട്ടണോ അത്രയും സന്തോഷം മാത്രമാണ് ഉറങ്ങുന്നത്. അപ്പോഴാണ് ഇവര് വിളിക്കുക, അങ്ങനെ പരിപാടി ഉണ്ട് ഇന്ന് ഞാൻ 10 മണിക്ക് പരിപാടി ഉണ്ടെന്നാണ് നിമേശേട്ടനോട് വിളിച്ച് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങായിരുന്നു. അമ്മ വന്നിട്ട് നിമേശേട്ടൻ പരിപാടിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇപ്പൊ എത്ര സമയം ചോദിച്ചു. ഇപ്പൊ 10:30 പറഞ്ഞു. ഞാൻ നീച്ചിട്ടുള്ളൂ. അപ്പൊ ഈശ്വര ഞാൻ കേൾക്കേണ്ടി വരുന്നത് വൈകി എന്നുള്ളത്. എനിക്ക് എപ്പോഴുള്ള പേരാണ് മടിച്ചെന്നുള്ളത്. ആള് ഏറ്റവും കൂടുതൽ അതിനെ ഓർമ്മിപ്പിക്കാറുണ്ട്. അപ്പൊ ഈശ്വര ഇന്ന് കേൾക്കേണ്ടി വരുള്ളൂ ചോദിച്ചിട്ട് ഞാൻ നീറ്റത്. വേഗം പല്ലൊക്കെ വെച്ച് ഡ്രസ്സ് മാറി പോയപ്പോൾ അവിടെ ഒരു മനുഷ്യനെ കിട്ടിയില്ല. സത്യം മനസ്സിലായി. ഇങ്ങളോടൊക്കെ എപ്പോഴും വരാൻ പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞ 11 മണി. അപ്പൊക്ക് മനസ്സിലായി എന്നെ ചീറ്റ് ചെയ്തതായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഞാൻ നന്നായി. ഇനി ഞാൻ നേരത്തെ വരാൻ ശ്രമിക്കാം. ക്ലബ്ബ് കാരണം പുതിയൊരു ശീലം പഠിച്ച കുട്ടിയാണിത്. ഇനി നമുക്ക് പോകാനുള്ളത് നമ്മുടെ സ്വന്തം പൊന്നു ചേച്ചിയിലേക്കാണ്. എന്നെ അപേക്ഷിച്ചിട്ട് ഞാനൊരു ഇടവേളയ്ക്ക് ശേഷം വന്ന ഒരാളാണ്. ഇവര് പറഞ്ഞ പോലെ വൈകി വന്ന സ്വന്തം. ഇപ്പോ ഇതിനു മുമ്പ് ഒരു ക്ലബ് ഉണ്ടായിരുന്നു ഞങ്ങൾ. അന്ന് ഇവരൊക്കെ ചെറിയ കുട്ടികളാണ്, ഞാനും ചെറിയ കുട്ടി തന്നെയാണ്. പക്ഷെ ഇതിലും കുറച്ചും കൂടിയും ആക്റ്റീവ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്ത് എല്ലാവരും ഓരോ വഴിക്ക് പോയി പഠിക്കാൻ, കല്യാണം കഴിഞ്ഞ് അങ്ങനെയൊക്കെ പോയി. അതിനുശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷം എന്നെ കൊടുക്കുന്നത് ഇവനാണ്. ഇനി ഗൈസ് നമ്മളെല്ലാരും ഉറ്റു നോക്കുന്ന ആരെയും നമുക്കറിയാം, എന്റെ സ്വന്തം അമൽ. നോക്കി വെച്ചോളൂ, ഭാവിയിൽ ഒരു മോഡലാണ്. മോഡൽ ഫേസ് ഉള്ള ആളാണ്. താടി കണ്ടു നിങ്ങൾ? അതെ ജിമ്മുണ്ടോ? ചില മടിയുണ്ടായി, അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ക്ലബിൽ വന്നപ്പോ മടിയൊക്കെ മാറി. ഇപ്പൊ കൂടുതലും അങ്ങനെയല്ല, പണ്ട് ക്ലബിൽ വരുമ്പോ ഒരു ചടപ്പായിരുന്നു, അവിടെ എന്തെങ്കിലും പറയണ്ടിരുന്നു. പക്ഷെ ഇപ്പോഴും പറയാറില്ല. എന്നാലും ഇപ്പൊ ക്ലബിൽ വരുമ്പോ വരാനൊക്കെ തോന്നുന്നുണ്ട്. അതും അവരുടെ കാരണമാണ്. അപ്പൊ നമ്മളിനി ക്യാമറയുടെ പുറകെയാണ് മിക്കപ്പോഴും ഈ വ്യക്തിനെ കാണുന്നത്. നമ്മള് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഋതുവേട്ടനാണ്. ഋതുവേട്ടൻ എപ്പോഴും ഇങ്ങനെ മാറി നിൽക്കാണ് ക്യാമറ പുറകെ. അതൊരു അപ്ഡേറ്റിലേക്ക് നമ്മൾ ക്ലബിനെ പറ്റി 2 വാക്ക്. ഞങ്ങളുടെ മുത്താണ്. ഞങ്ങളുടെ നിങ്ങൾ ഇവിടെ ഒന്ന് നീച്ചു നിൽക്കൂ. ഞങ്ങളുടെ ക്ലബിന്റെ എല്ലാമായ ഞങ്ങളുടെ വലിയ മനുഷ്യനാണ്. ഈ വലിയ മനുഷ്യന്റെ ഹൃദയം അതേപോലെയാണ്. ഞങ്ങളെല്ലാവരും ചേർത്ത് നിങ്ങൾ ആ എൻട്രി കണ്ടില്ല?
കണ്ടില്ലേ ഗൈസ്, ഞങ്ങളുടെ ക്ലബ്ബ് ഇത്രയും അലൈവായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാരും ഒരു കാരണം ഇത് തിക്കം ആളുകൾ കാരണമാണെങ്കിലും ഞങ്ങളുടെ എല്ലാമായ അഭിയേട്ടനാണ് ഇപ്പൊ കുറച്ച് സാങ്കേതിക കാരണങ്ങൾ കാരണം ജീവിതത്തിന്റെ കുറച്ച് തിരക്കുകൾ പെട്ടുപോയ കാരണം എനിക്ക് കാണാൻ കിട്ടാറില്ല. എങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു വലിയ സ്പേസ് ഉള്ളതാണ്. കമോ എന്താണ് ക്ലബിനെ പറ്റി പറയുകയാണെങ്കിൽ ക്ലബ് എന്നും എനിക്ക് ഭയങ്കര വേണ്ടപ്പെട്ട ഒരു സ്പേസ് ആണ്. നമുക്ക് കംഫർട്ട് സോൺ എന്നൊക്കെ പറയാം. അത്രയും ക്ലബായാലും ക്ലബ് മെമ്പേഴ്സ് ആയാലും എല്ലാവരും അത്രയും ലവിങ് ആണ്. ഈച്ച് ആൻഡ് എവരി വൺ. പിന്നെ കമ്പാരിറ്റീവ്ലി എല്ലാവരെക്കാട്ടി നല്ലൊരു മനസ്സിന്റെ ഉണ്ട്. ഞാനിങ്ങനെ കോരി കൊടുക്കും. ക്ലബ്ബ് കാരണം നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടായ ഒരു നല്ല കാര്യം എന്താണ്? ക്ലബില് വന്നപ്പോ നമുക്ക് എങ്ങനെ സംസാരിക്കണ്ടെന്നുള്ള കുറച്ചുകൂടി മനസ്സിലായി. ലൈക്ക് നമ്മളൊരു സ്റ്റേജിൽ നിൽക്കുകയാണെങ്കിൽ എങ്ങനെ പെരുമാറണം, നമ്മുടെ എന്താണ് ക്യാരക്ടറും എത്രത്തോളം ഡെവലപ്പ് ആണെന്നുള്ള കാര്യമൊക്കെ ക്ലബിൽ വന്നിട്ടാണ് കുറച്ച് മനസ്സിലായി. അങ്ങനെ നേരത്തെ നമ്മളൊരു ഇൻട്രോ ഇട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സെക്കൻഡ് ക്യാമറമാൻ ആയിട്ടുള്ള വൈശാഖേട്ടൻ നമ്മൾ ഫോൺ കൈമാറുകയാണ്. യെസ്, ഇരുതേട്ടാ കമോൺ. അതെ, ഞാനാണ് പൗർണമിയുടെ ഋതുവേട്ടൻ. നിങ്ങളെക്കാൾ കൂടുതൽ എന്റെ വാവയുടെ ഋതു. അപ്പോ എല്ലാരും ക്ലബിനെ പറ്റി നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. അവരുടെ ഓരോ മാറ്റങ്ങളെ പറ്റി പറയുന്നത് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം. ഇതെല്ലാത്തിനും കാരണം അവനാണെന്നൊക്കെ പറയുമ്പോൾ സന്തോഷം. ഞങ്ങളിങ്ങനെ ഒരു സിങ്ക് വരാൻ കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ അപ്പുവാണ്. പക്ഷെ നമ്മുടെ വാർഷികം നടക്കുമ്പോഴുള്ള ആ ഒരു ടൈമാണ് നമുക്ക് ഇത്രയും സിങ്ക് വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആർദ്രയും പിന്നെ എല്ലാരെയും പറ്റി പറയുന്നുണ്ട്. എല്ലാരെ പറ്റി പറയുമ്പോൾ വാക്ക് കിട്ടുന്നില്ല. അതെ, എന്നെയും മെയിനായിട്ട് കൂടുന്നത് അതിനേക്കാൾ മുന്നേ മാഷാണ് ക്ലബിനെ ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹത്തിന്റെ കീഴിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പോ അതാണ് പറയാനുള്ളത്. ഇനി ക്യാമറ കൈമാറൂ. അപ്പൊ ഗൈസ്, നിങ്ങൾ ചിന്തിക്കുന്ന കൂടെ ഒരാളെ ഞാൻ മിസ് ചെയ്തു. ഞാൻ അവസാനത്തേക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. ബിക്കോസ് ഐ വാണ്ട് ടു സേ ദാറ്റ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് our dear വൈശാഖേട്ടൻ. ഗൈസ് നമ്മള് നമ്മളൊന്നും കൂടി സിംഗായി വന്നത് വാർഷികത്തിന്റെ ടൈമിലാണ്. അതിന് മുന്നേ നമ്മള് ഇപ്പൊ ഞാൻ ആക്റ്റീവ് ആയിരുന്നു, പക്ഷെ ഇത്ര ആക്റ്റീവ് ആയിരുന്നില്ല മുന്നേ. നമ്മള് ഒരു വട്ടം ഞാന് മുന്നോട് എന്തോ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇവിടെ പതാക ഉയർത്തലും ബാക്കി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ സംബന്ധിച്ച് ഞാൻ രാവിലെ തന്നെ എനിക്ക് നല്ല മടിയാണ്. അപ്പൊ ഞാൻ കുറെ നേരം കിടന്നുറങ്ങുന്ന ഒരാളാണ്. രാവിലെ കുറെ നേരം കിടന്നുറങ്ങുക. അപ്പൊ ഒരു ദിവസം അച്ഛൻ്റെ വന്നിട്ട് എന്റെ കുണ്ടിക്ക് നല്ല അടി അടിച്ചു. അന്ന് ഞാൻ അടി കൊണ്ട് 6 വേദനയ്ക്ക്
എനിക്ക് ആ ടൈമില് അന്ന് എന്തിനാണ് അച്ഛ അടിച്ചത്, എന്തിനാണ് നമ്മുടെ സമൂഹത്തിന് മുന്നിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ വെറുതെ ചുമ്മാ വരുന്നു, അവിടെ ഈ പതാക പൊന്തിക്കല് കാണുന്നു, നേരെ വീട്ടിലേക്ക് വരുന്നു, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. നമ്മള് ഇപ്പൊ നമ്മുടെ പരിപാടികളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് എന്തിനാണ് അച്ഛൻ ആ സമയത്ത് എന്തിനാണ് നമ്മുടെ ഒരു പരിപാടികൾക്കും വേണ്ടിയിട്ട് നമ്മളെ ഇങ്ങനെ കൊണ്ടുവരുന്നത്, എന്തിനാണ് ഈ കൂട്ടായ്മ ഇവിടെ തുടരുന്നത് എന്നുള്ളൊരു ബോധ്യം ഇപ്പോഴാണ് വന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഈ ഒരു കാലത്ത് നമ്മുടെ ഈ ഒരു സാമൂഹികമായിട്ടുള്ള കൂട്ടായ്മ കുറഞ്ഞു വരികയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചടക്കി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കേൾക്കുന്നവർക്കൊക്കെ ചടക്കിണ്ടെന്ന്. പക്ഷെ എനിക്കിത് പറയാതെ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. അത് കാരണമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു പോണത്. കാരണം ഇതൊരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ഇൻട്രൊഡക്ഷനാണ്. അപ്പൊ ഇതെങ്ങനെയാണ് എനിക്കൊരു പോയിന്റിലേക്ക് എത്തിക്കണമെങ്കിൽ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങിയേ മതിയാവും. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയില് കാര്യങ്ങളൊക്കെ ആയിട്ട് വരണേരെ ഞാൻ നിങ്ങളെ കൂടുതൽ ചടപ്പിക്കുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങള് നേരെ ഞാൻ കൈമാറുകയാണ്. നേരെ ഗായത്രി പറയട്ടെ ബാക്കിയുള്ള. യെസ് ഗൈസ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ കുറച്ച് പേര് വിട്ടുപോയി. പക്ഷെ നമുക്ക് വിട്ടുപോയാലും നമ്മൾ ഇവരില്ലെങ്കിൽ നമ്മുടെ ക്ലബ്ബ് ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്. ഇവരില്ലെങ്കിൽ തന്നെ ആരില്ലെങ്കിലും നമ്മളെല്ലാവരും ചേരുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പലരോടും നമ്മുടെ ഹാപ്പിനെസ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളപ്പം കൂടുന്നതാണെന്ന് പറയാൻ ആർക്കെങ്കിലും നമ്മളിന്ന് ചിന്തിക്കും. അപ്പൊ നമ്മൾ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളിനി വരുന്ന വഴിക്ക് ഒരുപാട് പേരുടെ പാട്ടും ഡാൻസും ഒക്കെ കാണാൻ പോവുകയാണ്. നമുക്ക് എല്ലാമായ എന്റെ ചേച്ചിയായ ഭാഗ്യച്ചിലേക്ക് നമ്മൾ പോവുകയാണ്. ആ ചേച്ചി എടുത്തു പറഞ്ഞപ്പോഴേ മനസ്സിലായി മറന്നുകൊണ്ടുള്ള ചിന്തിക്കലാണിത്. എന്താ പറയാ, ഒരു ലീവ് ശനി ഞായർ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയ വെറുതെ വീട്ടിൽ കിടന്നുറങ്ങായിരുന്നു. അങ്ങനെയാണ് വിനേട്ട് ഞങ്ങൾക്ക് വീട്ടിലിരിക്കാറില്ല. ഇപ്പൊ എന്തായാലും ഞങ്ങളെല്ലാരും കൂട്ടായ്മ വളരെ എന്താ പറയാ അടിപൊളിയാണ്. ഞങ്ങളെല്ലാരും നല്ല ബോണ്ടാണ്. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ അടുത്ത് വാർഷികമൊക്കെ കഴിഞ്ഞപ്പോ അതിന്റെ ഞങ്ങളെല്ലാരും കൂടി ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഞങ്ങളെ എല്ലാവരും കൂടുതൽ ഒരുമിച്ച് നിർത്തിയത്. ഞങ്ങളിപ്പോ നല്ല ഒരു അടിപൊളി ഗ്യാങ് ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ നാട്ടിലെ ഗ്യാങ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഗ്യാങ് ആയിട്ട് ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം കാരണം പൗർണമിയാണ്. അതിന് വളരെ സന്തോഷം. അപ്പൊ ഗൈസ്, നമ്മൾ അവസാനത്തേക്ക് മാറ്റി വെച്ച് ടെൻഷൻ ആയിട്ടിരിക്കുന്ന ഒരാളുണ്ട്. പുള്ളിക്കാരൻ അങ്ങനെ വെയിറ്റ് ചെയ്യാണ്, ഇപ്പൊ എന്റെ അടുത്തേക്ക് വരും, ഇപ്പൊ എന്റെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ പോകാൻ പോവുകയാണ്. നമ്മൾ സ്വന്തം തേജു. ക്ലബിനെ കുറിച്ചല്ലേ ക്ലബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു നല്ലൊരു സ്ഥലമാണ്. ഒരു നല്ല വൈബൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉള്ളപ്പോൾ നല്ലൊരു വൈബാണ് അവിടെ. ഒക്കെ പോകുമ്പോൾ നമ്മൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് ചേട്ടന്മാർ ഇങ്ങനെ കളിക്കാൻ വിളിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോഴൊക്കെ പോകുമ്പോൾ അവിടെ അവര് എന്തൊക്കെ വിളിച്ച് പറയും. അപ്പൊ അവര് കളിക്കാനൊക്കെ വിളിക്കുമ്പോ പിന്നെ ആ കളിയിൽ നമ്മളങ്ങോട്ട് മുഴുകും. അപ്പൊ നല്ല രസമാണ്. അവര് കളിക്കണ കാണുമ്പോഴും നമ്മള് കൂടെ കളിക്കുമ്പോഴും ഒക്കെ തെറ്റാ. ഞാൻ കൂടുതൽ പറയാനില്ല, എന്റെ കയ്യിൽ നിന്നൊക്കെ പോകും. അപ്പൊ ഗായ്സ്, ഇതാണ് നമ്മുടെ ഞങ്ങൾ പ്രൗഡ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഞങ്ങളുടെ എല്ലാം. ഓക്കെ, വി ആർ പ്രൗഡ്ലി ഇൻട്രൊഡ്യൂസിങ് അവർ വൺ ആൻഡ് ഓൺലി ഗായത്രി അശോക് ജി. അപ്പൊ ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ ക്ലബ്. ഞാൻ പക്ഷേ ഒരുപാട് നേരത്തെ ഒന്നും പറഞ്ഞില്ല, ഞാൻ മുന്നേ ക്ലബിലേക്ക് വന്നിരുന്നു. പൊതുവേ നമ്മൾ വായനശാലയായിട്ടൊക്കെ ക്ലബിനോട് കുറച്ച് അടുത്ത ആൾക്കാരായിരുന്നു. പിന്നെ നമ്മുടെ ഈ ക്ലബ്ബ് ബിൽഡ് ചെയ്ത് നമ്മളൊക്കെ കുറച്ച് സീനിയേഴ്സിന്റെ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ പലരുടെ പാരന്റ്സ് ആണ്. ഞങ്ങളുടെ അച്ഛനും പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ട് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ നിന്നുണ്ടായ ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ നിന്നുണ്ടായ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഇപ്പൊ ഞങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഇവർക്കൊക്കെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഒരു ആശങ്കയായിരുന്നു. അതായത് അവർ പല സമയത്ത് അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർക്ക് ശേഷം ആരായിരിക്കും, അതായത് അവരുടെ സെക്കൻഡ് ജനറേഷൻ, അവരുടെ മക്കളും
ഇവിടുത്തെ ചെറുപ്പക്കാരൊക്കെ ക്ലബ്ബിൽ നിന്ന് അകന്നു പോകണു, അവരിങ്ങോട്ട് വരുന്നില്ല എന്നുള്ളൊരു സങ്കടം അവർക്കുണ്ടായിരുന്നു. പക്ഷെ അവരത് പറഞ്ഞു തരുന്ന സമയത്ത് പോലും ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചിരുന്നു. നേരത്തെ വയസ്സായിട്ട് പറഞ്ഞു മാഷാമൻ ചെല്ലി പറയുന്നു. അങ്ങനെ നമ്മളോട് പറഞ്ഞിരുന്നു ക്ലബ്ബിൽ പരിപാടി ഒന്ന് പൊക്കൂടെയെന്ന്. പക്ഷെ അന്നൊക്കെ നമുക്ക് ചെല്ലാനൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അന്ന് നമുക്ക് മനസ്സിലായിരുന്നില്ല എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഒരു സംഭവം പുതിയതായിട്ട് ചെയ്യുമ്പോഴുള്ളൊരു സന്തോഷം നമുക്ക് മനസ്സിലായിരുന്നില്ല. കുറച്ചൊക്കെ നമ്മളിലേക്ക് ഒതുങ്ങി പോയിരുന്നൊരു സമയമായിരുന്നു. പിന്നെ ഞങ്ങളുടെ ക്ലബ്ബിലേക്ക് വന്നു, ഞങ്ങളൊരു വാർഷികം ഞങ്ങൾ നടത്തി, ഒരു അനുമോദന സദസ്സ് ഞങ്ങൾ നടത്തി. പക്ഷെ ഒരു പരിപാടി എല്ലാവരും കൂടി ഒപ്പം നടത്തി. കുറച്ച് പരാതികളൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് പരാതികളൊക്കെ ഉണ്ടെങ്കിൽ പോലും അടിപൊളിയായിട്ട് നടത്തി എന്നാലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഓടി നടന്നി അതിൻ്റെ ഒരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് അറിഞ്ഞൊരു സന്തോഷം. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഞങ്ങളുടെ സന്തോഷത്തിന്റെ സോഴ്സും ഞങ്ങളുടെ പ്രയോറിറ്റി ഒക്കെ മാറി തുടങ്ങി. ഞങ്ങളൊക്കെ സത്യം പറഞ്ഞ ഇതിന്റെ പകുതി പേര് ഇവിടെ ഉള്ളവരല്ല. കോയമ്പത്തൂരും കണ്ണൂരും എറണാകുളമൊക്കെയാണ് പഠിക്കുന്നത്. പക്ഷെ എറണാകുളം കണ്ടിട്ട് 2 ആഴ്ചയായി. നമ്മള് ഒരു സംഭവം പറയല്ലോ, ഹോം എന്ന് പറഞ്ഞൊരു സ്ഥലം. പണ്ടത് എനിക്ക് എൻ്റെ വീട് മാത്രമായിരുന്നു എൻ്റെ കോൺസെപ്റ്റിൽ ഹോം. പിന്നെ അച്ഛനും അമ്മയും എൻ്റെ ചേച്ചിമാരും എൻ്റെ ഫാമിലി പിന്നെ കുറച്ച് ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ട കുറച്ച് പേര് എന്നുള്ള രീതിക്ക് അത് വലുതായി വരുമ്പോൾ എൻ്റെ നാടാണ് പിന്നെ ഹോം. എവിടെ പോയി കഴിഞ്ഞാലും അവസാനം കണ്ട് തിരിച്ചു വരണം നമുക്കൊരു തോട്ട് വരും. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അങ്ങനെയാണ്. എവിടെ പോയാലും ഞങ്ങളുടെ മൈൻഡ് ഫുള്ള് ഇവിടെയാണ്. തിരിച്ചു വരണം, അത്രയും കംഫർട്ട് ആയിട്ടുള്ള അത്ര ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഞങ്ങൾക്ക് ഇപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വെറും ഒരു സംഘടനയോ കൂട്ടായ്മയല്ല, ഞങ്ങളാണ്. അത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വന്ന് പറയും, നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലേ, പിള്ളേരെല്ലാവരും കൂടി ഒപ്പം ഇരിക്കുന്ന ആൺപിള്ളേർ പെൺപിള്ളേർക്ക് എന്താ പറയുക രാത്രിയാണെങ്കിൽ പോലും പഠിക്കാനും ബാക്കി എല്ലാ കാര്യത്തിലും ആർട്സ് സ്പോർട്സ് അക്കാഡമിക്സ് ഇനി അതല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സംഭവം ഉണ്ടെങ്കിൽ എല്ലാവർക്കും സ്പേസ് ഉണ്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കിയെടുത്തൊരു സ്പേസ് ആണ്. മറ്റേ റീലൊക്കെ പറയില്ലേ വെൻ യു സ്റ്റോപ്പ് സ്ക്രോളിങ്, ആ ലൈഫാണ് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സോ ഗൈസ് കം ലെറ്റ്സ് ജോയിൻ ടു അവർ ഫാമിലി. ഇതാണ് ഞങ്ങൾ പൗർണമി.